പുനർജനി കേസ് രാഷ്ട്രീയ ആയുധമാക്കേണ്ട കാര്യമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 19 കോടി രൂപയുടെ വെട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ശബരിമലയിൽ നടന്ന പോലെയുള്ള കൊള്ളയാണ് പുനർജനിയെന്നും ഇക്കാര്യത്തിൽ പേടിച്ചു പോയി എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഇത് ലളിതവൽക്കരിക്കുകയാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഒരു രാഷ്ട്രീയ ആയുധമാക്കേണ്ട കാര്യമില്ല. ശബരിമല നടന്നതിന് തുല്യമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ശബരിമലയിൽ നടന്ന പോലുള്ള ഒരു കൊള്ള തന്നെയാണ് ഈ പുനർജനി സംഭവത്തിലും നടന്നിട്ടുള്ളത്. 19 കോടി രൂപയുടെ ആക്ഷേപമാണ് വന്നിട്ടുള്ളത്. രാജ്യം കടന്നുള്ള സംഭവമായതുകൊണ്ട് ഇത് CBI കൊണ്ട് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം. അതിൽ ബന്ധപ്പെട്ടവർ ഭയപ്പെടേണ്ട കാര്യം എന്താ? ഞാനങ്ങ് ഒരുപാടങ്ങ് പേടിച്ചുപോയി എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞ് തമാശ പറഞ്ഞ് ഇതിനെ ലളിതവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. പുനർജനി പദ്ധതി കേസുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശന് അനുകൂലമായൊരു വിജിലൻസ് റിപ്പോർട്ടൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസ് നിലനിൽക്കില്ല എന്നൊരു രീതിയിലുള്ള ഒരു വിജിലൻസ് റിപ്പോർട്ടായിരുന്നു VD സതീശന് അനുകൂലമായി ഇപ്പോൾ ഇന്നലെ പുറത്തു വന്നിരുന്നത്. ഇപ്പോഴത്തെ പുനർജനി കേസ് രാഷ്ട്രീയ ആയുധമാക്കേണ്ട കാര്യമില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. 19 കോടി രൂപയുടെ വെട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇത് ശബരിമലയിൽ നടന്ന പോലെയുള്ള ഒരു കൊള്ളയാണെന്നും പുനർജനിയെന്നും ഇക്കാര്യത്തിൽ പേടിച്ചു പോയെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഇത് ലളിതവൽക്കരിക്കുകയാണെന്നും ഒക്കെ വി ശിവൻകുട്ടി പറയുന്നുണ്ട്.